ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറും 12 രൂപയ്ക്ക് നമ്മളുടെ കേരളത്തിലെ ഏറ്റവും വീതിയേറിയ കായലായിട്ടുള്ള വേമ്പനാട്ട് കായലിലൂടെ നമുക്കൊരു 1 മണിക്കൂർ ബോട്ടിങ്ങിന് പോയിട്ട് വന്നാലോ. നമ്മൾ അത്യാവശ്യം ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ബോറടിച്ചിരിക്കുന്ന സമയത്തോ ഒക്കെ ഇതുപോലെ വിശാലമായി കിടക്കുന്ന ഒരു കായൽ പരപ്പിലൂടെ ഒരു യാത്രയൊക്കെ നടത്തിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പോസിറ്റീവ് എനർജീസ് കിട്ടുമല്ലേ. അപ്പോൾ അത്തരത്തിലൊരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ യാത്ര പോകുന്നതിനായി നമ്മൾ എത്തേണ്ടത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സോളാർ ബോട്ട് ഫെറി ആയിട്ടുള്ള കോട്ടയം ജില്ലയിലെ വൈക്കം ബോട്ട് ജെട്ടിയിലാണ്. വൈക്കം ബോട്ട് ജെട്ടിയിൽ നിന്നും ആലപ്പുഴ ജില്ലയിലെ തവണക്കടവിലേക്കാണ് നമ്മുടെ യാത്ര. ഒരു ഞായറാഴ്ച ദിവസം ഞാനും ഷംസിയും സയാപ്പും കൂടെ ഏകദേശം 3 മണിയോടുകൂടിയാണ് ഞങ്ങൾ ബോട്ട് ജെട്ടിയിൽ എത്തിയത്. വൈക്കം ബോട്ട് ജെട്ടിയിൽ നിന്ന് തവണക്കടവിലേക്ക് ഒരാൾക്ക് യാത്ര ചെയ്യുന്നതിന് 6 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. അതായത് ഒരാൾക്ക് പോയി മടങ്ങി വരാനായിട്ട് 12 രൂപ. അങ്ങനെ 12 രൂപ കൊടുത്ത് 2 ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ ബോട്ടിലേക്ക് നടന്നു. സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിലുള്ള അത്ര തിരക്കില്ലെങ്കിലും സീറ്റ് ഫില്ലാകാനുള്ള ആളുണ്ടെന്ന് ബോട്ടിൽ കയറിയപ്പോൾ തന്നെ മനസ്സിലായി. ഞങ്ങൾ കുറച്ചു പേർക്കൊഴികെ ബാക്കി എല്ലാവർക്കും സീറ്റ് കിട്ടി. വൈക്കത്ത് നിന്നും തവണക്കടവിലേക്ക് ഏകദേശം 20-25 മിനിറ്റ് കൊണ്ട് എത്താമെന്നുള്ളത് കൊണ്ട് നിന്ന് യാത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ യാത്രയിൽ യാദൃശികമായിട്ട് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അഭിജിത്തിനെയും ഉണ്ണിച്ചേട്ടനെയും ബോട്ടിൽ വെച്ച് കണ്ടു. വൈക്കം ബോട്ട് ജെട്ടിയിൽ നിന്ന് വെളുപ്പിന് 5:30 മുതൽ രാത്രി 9 മണി വരെ ഓരോ 20 മിനിറ്റ് ഇടവിട്ടും ബോട്ട് സർവീസ് ഉണ്ട്. തവണക്കടവിലേക്ക് കാറ്റമരൻ മാതൃകയിലുള്ള ബോട്ടിലും തിരിച്ചിങ്ങോട്ട് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ടായിട്ടുള്ള ആദിത്യയിലും പോരാനായിട്ടാണ് നമ്മുടെ പ്ലാൻ. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോട്ടായിട്ടുള്ള ആദിത്യയിൽ യാത്ര ചെയ്യാൻ പോകുന്നതിൻ്റെ ത്രില്ലിലാണ് ഷംസിയും സയാപ്പും. വിവിധ ആവശ്യങ്ങൾക്കായി കോട്ടയം ജില്ലയിലെത്തി മടങ്ങുന്നവരും പല ആവശ്യങ്ങൾക്കായി ആലപ്പുഴ ജില്ലയിലേക്ക് പോകുന്നവരുമായിട്ടുള്ള യാത്രക്കാരാണ് ഈ ബോട്ടിലുള്ളത്. നമ്മളെപ്പോലെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഉല്ലാസയാത്രയ്ക്ക് ഇറങ്ങിയവരും ഉണ്ടായേക്കാം. വേമ്പനാട്ട് കായലിലെ കാഴ്ചകൾ എത്ര കണ്ടാലും മടുക്കാത്തതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തടാകവുമാണ് വേമ്പനാട്ട് കായൽ. ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിലായി പരന്നു കിടക്കുന്ന വേമ്പനാടിന്റെ വിസ്തീർണം 1512 ചതുരശ്ര കിലോമീറ്ററാണ്. 14 കിലോമീറ്ററാണ് ഏറ്റവും കൂടിയ വീതി. അച്ചൻകോവിലാർ, മണിമലയാർ, മീനച്ചിലാർ, മൂവാറ്റുപുഴയാർ, പമ്പാനദി, പെരിയാർ തുടങ്ങിയ നദികൾ ഈ കായലിൽ ഒഴുകിയെത്തുന്നു. നമ്മുടെ ഈ യാത്രക്കിടയിൽ തലങ്ങും വിലങ്ങുമായി ആളുകളെയും കയറ്റി പോകുന്ന യാത്രാ ബോട്ടുകൾ കണ്ടിരിക്കാൻ തന്നെ രസമുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ അങ്ങനെ ഏകദേശം 20-25 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം നമ്മൾ ആലപ്പുഴ ജില്ലയിലെ തവണക്കടവ് ബോട്ട് ജെട്ടിയിലെത്തി. ബോട്ടിൽ കയറി അക്കരയ്ക്ക് പോകുന്നതിനായിട്ട് നിരവധി ആളുകളാണ് കാത്തു നിൽക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഈ ബോട്ടിന് തന്നെ ടിക്കറ്റ് എടുത്ത് തിരിച്ചു പോകാവുന്നതാണ്. നമ്മൾ പക്ഷേ മുൻപ് സൂചിപ്പിച്ചതുപോലെ 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് സോളാർ ബോട്ടായിട്ടുള്ള ആദിത്യയിൽ പോകാനായിട്ടാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത ബോട്ട് വരുന്നത് വരെ 20 മിനിറ്റോളം നമുക്ക് തവണക്കടവിൽ ചിലവഴിക്കാം. അപ്പോൾ നമ്മൾ വന്ന ബോട്ട് ആളെയൊക്കെ കയറ്റി തിരിച്ച് വൈക്കത്തേക്ക് മടങ്ങി. തവണക്കടവിൽ വരുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കയറുന്ന ഒരു കടയുണ്ട്. നല്ല തണുത്ത സംഭാരം കിട്ടുന്ന ശോഭന ചേച്ചിയുടെ കട. തവണക്കടവ് ബോട്ട് ജെട്ടിയോട് ചേർന്ന് തന്നെയാണ് ശോഭന ചേച്ചിയുടെ കട വരുന്നത്. വളരെ പ്രകൃതി ഭംഗി നിറഞ്ഞൊരു ഗ്രാമം തന്നെയാണ് കേട്ടോ നമ്മുടെ തവണക്കടവ്. അപ്പോൾ ശോഭന ചേച്ചിയുടെ കടയിൽ നിന്ന് 2 തണുത്ത സംഭാരം പറഞ്ഞു. സയാപ്പൂന് എരിവ് പറ്റാത്തതുകൊണ്ട് സയാപ്പൂന് ഒരു ഫ്രൂട്ടി, എനിക്ക് വെള്ളം ഒഴിച്ചും ഷംസിക്ക് സോഡ ഒഴിച്ചുമാണ് സംഭാരം പറഞ്ഞത്. നല്ല ചൂടുള്ള സമയത്ത് ഇതുപോലെ ഒരു തണുത്ത സംഭാരം കുടിച്ചാൽ കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇനി തവണക്കടവിൽ ഇറങ്ങുകയാണെങ്കിൽ ശോഭന ചേച്ചിയുടെ കടയിലെ സംഭാരം മറക്കണ്ട. സംഭാരമൊക്കെ കുടിച്ച് പിന്നെ ഒരു 10 മിനിറ്റ് നേരം നമ്മൾ തവണക്കടവ് ബോട്ട് ജെട്ടിയിൽ നിന്ന് വൈക്കം കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ അങ്ങനെ നിന്നു. കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് തിരിച്ചു പോകാനുള്ള ആദിത്യ ബോട്ട് നമ്മുടെ ബോട്ട് ജെട്ടിയിലെത്തും. തിരിച്ചു പോകുന്നതിന് 12 രൂപ കൊടുത്ത് വീണ്ടും 2 ടിക്കറ്റ് എടുത്തു. അപ്പോൾ ടിക്കറ്റൊക്കെ വെരിഫൈ ചെയ്ത് നേരെ അവിടെ വെയിറ്റ് ചെയ്യാനായിട്ടുള്ള സീറ്റിലേക്ക്. ബോട്ട് ജെട്ടിയിൽ തന്നെയുള്ള ജനാർദ്ദനൻ ചേട്ടൻ്റെ കപ്പലണ്ടി കടയിൽ നിന്ന് 2 കുമ്പിൾ കപ്പലണ്ടിയൊക്കെ വാങ്ങിയിട്ട് ബോട്ട് വരാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യയുടെ തന്നെ അഭിമാനമായ ആദ്യത്തെ സോളാർ ബോട്ടായിട്ടുള്ള ആദിത്യ ബോട്ട് ജെട്ടിയിലേക്ക് എത്തി. അതൊരു രാജകീയ വരവ് തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഫെറി എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം അതിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയം തന്നെയാണ്. എന്നാൽ കേരളത്തിന് വെളിയിലുള്ളവർ ഈ പദ്ധതിയെക്കുറിച്ചും ഈ സോളാർ ഫെറിയെക്കുറിച്ചും ഒക്കെ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നത് ഞാൻ പലവട്ടം കേട്ടിട്ടുണ്ട്. ബോട്ടിൽ നിറയെ യാത്രക്കാരുണ്ട്. അതുപോലെ തന്നെ ബോട്ടിൽ കയറി അക്കരയ്ക്ക് പോകാനും ധാരാളം ആളുകളുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് സീറ്റ് കിട്ടിയില്ല. തിരിച്ചു പോകുമ്പോഴെങ്കിലും സീറ്റ് കിട്ടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ ആ പ്രതീക്ഷകളൊന്നും തെറ്റിയില്ല. മറ്റു ബോട്ടുകളേക്കാൾ ധാരാളം സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും അതുപോലെ തന്നെ ഒട്ടനവധി ആധുനിക ഫെസിലിറ്റീസും ഒക്കെ നമ്മുടെ ഈ സോളാർ ബോട്ടിലുണ്ട്. ഒരേ സമയം 75 പേർക്ക് യാത്ര ചെയ്യുന്നതിനുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഫെറിയും ഇന്ത്യയിലെ ഏറ്റവും വലിയ സൗരോർജ്ജ ബോട്ടുമാണ് ആദിത്യ. കൊച്ചിയിലെ നാവൽ സോളാർ ഇലക്ട്രിക് ബോട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തതും ഇത് നിർമ്മിച്ചതും. ഈ ബോട്ടിന് 20 മീറ്റർ നീളവും 7 മീറ്റർ വീതിയുമാണുള്ളത്. വൈക്കത്തിനും തവണക്കടവിനും ഇടയിൽ 2.5 കിലോമീറ്റർ ദൂരം 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ബോട്ടിൽ യാത്ര ചെയ്തെത്താം.
വേമ്പനാട്ട് കായൽ അറബിക്കടലുമായി ചേരുന്ന പ്രദേശത്താണ് ഇന്ത്യയുടെ അഭിമാനമായ കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. വേമ്പനാട്ട് കായലിൽ വർഷത്തിൽ 6 മാസം ഉപ്പുവെള്ളവും ബാക്കി 6 മാസം ശുദ്ധജലവുമാണ് ലഭിക്കുന്നത്. മഴക്കാലത്ത് കായലിൽ നിന്ന് കടലിലേക്ക് വെള്ളം ഒഴുകുന്നത് കൊണ്ടാണ് ആ സമയത്ത് ശുദ്ധജലം കിട്ടുന്നത്. വേനൽക്കാലത്ത് കടലിൽ നിന്ന് കായലിലേക്കാണ് വെള്ളം ഒഴുകുക. അതുകൊണ്ട് കായലിലെ വെള്ളത്തിന് ആ സമയത്ത് ഉപ്പുരസമായിരിക്കും. അപ്പോൾ അങ്ങനെ ഏകദേശം 1 മണിക്കൂറോളം വേമ്പനാട്ട് കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ തിരിച്ച് നമ്മുടെ വൈക്കം ബോട്ട് ജെട്ടിയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് സന്തോഷവും ഒരുപാട് കാഴ്ചകളൊക്കെ സമ്മാനിക്കുന്ന ഒരു കിടിലൻ യാത്ര തന്നെയാണ് കേട്ടോ നമ്മുടെ വൈക്കത്ത് നിന്ന് തവണക്കടവിലേക്കുള്ള ഈ ബോട്ട് യാത്ര. വെറും 12 രൂപയ്ക്ക് ഒരാൾക്ക് ഈ യാത്ര പോയി വരാമെന്നത് തന്നെയാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഒരാൾക്ക് വെറും 12 രൂപ ചെലവിൽ കേരളത്തിൻ്റെ കായൽ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോയി വരാൻ പറ്റുന്ന അത്യാവശ്യം ബജറ്റ് ഫ്രണ്ട്ലി ആയ ഈ ബോട്ട് യാത്രയുടെ വിശേഷങ്ങളടങ്ങിയ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കിട്ടുന്ന ഇത്തരം അവസരങ്ങളൊക്കെ നിങ്ങളും പ്രയോജനപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ ഷംസിക്കും സയാപ്പനും ഒപ്പം സബീർ ഇബ്രാഹിം മഹാരാജാസ്.